ഓക്കെ, അപ്പൊ നമ്മള് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇത് ഓക്കെ, ഇനി ഇച്ചിരി പൊറോട്ട അങ്ങോട്ട് പിടിച്ചു. പൊറോട്ട ഒന്ന് ഇട്ട് നോക്കാം. ഇച്ചിരി മുറിച്ചെടുത്ത് ഇത് സെപ്പറേറ്റ് കഴിക്കുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതിന്റെ സെപ്പറേറ്റ് കഴിക്കും. സൂപ്പർ ആയിട്ടുണ്ടോ അത്? Welcome to Vlogger Machans. Let's get cooking. അപ്പോഴേ നമ്മളൊരു ഡക്കിന്റെ പരിപാടി ചെയ്യാൻ പോവാം. അതായത് ഒരു ഹരിയാലി ഡക്ക്. നമ്മുടെ സെറ്റപ്പുകളൊക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡക്ക് ഒരു ഹരിയാലി റെസിപ്പിയാണ്. അതായത് വയനാടൻ റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ വയനാടൻ റെസിപ്പിയും കാര്യങ്ങളൊക്കെ എങ്ങനെ വന്നു എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്തതിൽ പറയുന്നതായിരിക്കും. ഹായ് ഹലോ, ഇതാണ് വ്ലോഗർ മച്ചാൻസ്. പുതിയൊരു കളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നമുക്ക് സുഖമാണ്, പരമസുഖമാണ്. അപ്പൊ നമ്മുടെ റെസിപ്പിയും കാര്യങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല 1 കിലോ ഡക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ക്ലീൻ ആക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളായി വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ ഫ്രീസറിൽ കയറ്റി അതേപോലെ വെച്ചിട്ടുണ്ട്. കുറെ ഷൂട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് അതിന്റെ ഇടയ്ക്ക് തിരക്കായി പോയി. ഇന്നിപ്പോ നമുക്ക് സമയം കിട്ടിയപ്പോൾ പിന്നെ നമുക്ക് റെഡിയാക്കാന്ന് വിചാരിച്ചു. അതിനുള്ള റെസിപ്പിയും കാര്യങ്ങളും വരുന്ന പറഞ്ഞാൽ കൂടുതലും മല്ലിപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, അതൊന്നും അല്ല, പേടിക്കണ്ട. നമ്മുടെ കുറച്ച് പച്ച വേണ്ടുന്ന, അതായത് പച്ചിപ്പുകളൊക്കെ നിറഞ്ഞിരിക്കുന്ന കുറച്ച് എന്താ പറയാ വെജിറ്റബിൾസും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആഡ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് പച്ചമഞ്ഞള്, ഇഞ്ചി, അതായത് എന്താ പറയാ പച്ചമുളക്, കാന്താരി, ഇത് പിന്നെ നമ്മുടെ ആഫ്രിക്കൻ മല്ലിയില അല്ലെ, ആഫ്രിക്കൻ മല്ലിയില, പിന്നെ നല്ല കുടമുളക് പോലത്തുള്ള സെറ്റപ്പുകളൊക്കെ. പിന്നെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനമാണ് വേണ്ടത്, പച്ച കുരുമുളക്. ഓക്കെ, ഈ സംഭവം ഇപ്പം ഒരു ജൂൺ മാസത്തിലോട്ട് കയറാൻ പോവാണ് നമ്മളിപ്പോ. ജൂൺ മാസത്തിലൊന്നും ഈ സമയത്തില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സാധനം അവൈലബിൾ ആവത്തുള്ളൂ. നമുക്ക് ഇത് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ വെറുതെ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തേക്കാണ്, മനസ്സിലായി? അതായത് ഇത് അവൈലബിലിറ്റി ഇല്ല, ഇതിപ്പോ കിട്ടാനില്ല, ഈ ഒരു സീസണിൽ കിട്ടാനില്ല. ഇതൊരു എനിക്ക് തോന്നുന്നു അടുത്ത മാസം കൂടെ കഴിയുമ്പോൾ കിട്ടുന്നു അല്ലെ? അടുത്ത മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് അവൈലബിലിറ്റി ആയി തുടങ്ങും. ഞാൻ അതിന് ഇതാണ് ഇതിന്റെ മെയിൻ സംഭവം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് തുടങ്ങുന്നത് തന്നെ. പക്ഷെ ഇത് നമ്മുടെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് അരയ്ക്കണം. നല്ല വൃത്തിക്ക് ഒന്ന് പേസ്റ്റ് സെറ്റപ്പിലാക്കിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പരിപാടിയും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു സംഭവമാണ് വെളുത്തുള്ളിയും നല്ല കൊച്ചുള്ളിയും. ഇത്ര ഒരു അളവിൽ എടുത്തിരിക്കണം എന്തായാലും. അല്ല, 1 കിലോ നമ്മൾ എടുക്കുമ്പോൾ എന്തായാലും ഇത്ര ഒരു അളവിൽ തന്നെ എടുത്തിരിക്കണം. ഇതും ഇതിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. അപ്പൊ എന്തായാലും നമ്മള് കൊച്ചുള്ളിയും നല്ല വെളുത്തുള്ളി എല്ലാം കൂടെ നമ്മുടെ ആവശ്യത്തിന് അങ്ങോട്ട് ഇടുക. ഓക്കെ, അപ്പൊ അതിന്റെ കൂട്ടത്തില് നല്ല പച്ചമഞ്ഞള്, ഇഞ്ചി, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ കാന്താരി. ഒന്ന് പൊളിക്കും സാധനം. ഈ മല്ലിയില സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇതിന്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ. അപ്പൊ ഇതും കൂടെ സെറ്റ് ചെയ്തുക. പിന്നെ കുറച്ച് കറിവേപ്പില. ഓക്കെ, 2 പച്ചമുളക്. ഇത് സാധാരണ നമ്മുടെ വെജ് മുളകിന്റെ വേറെ സൈസാണ്. ഇതും വലിയ എരിവ് കാണുന്ന പച്ചപ്പ് ഫീൽ ചെയ്യും. ഓക്കെ, അത് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ പഴുത്ത 2 മുളക് ഇടുക. ഓക്കെ, നമുക്ക് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ മെയിൻ ഇമ്പോർട്ടന്റ് ഘടകമായിട്ടുള്ള ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ മെയിൻ ഇമ്പോർട്ടന്റ് ഘടകമായിട്ടുള്ള ഈ പച്ചക്കുരുമുളകാണ് കാര്യം. ഇത് കുറവാണ്, അതിന് ഞാൻ ബാക്കിയുള്ള കുറേ പച്ച സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, പച്ചക്കുരുമുളകും കൂടെ വാരിയിട്ടതിന് ശേഷം നമ്മൾ മല്ലിയില ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പുതിനയില അതിന്റെ കൂട്ടത്തിൽ ഇട്ടേക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്റെ ഒരു ഐഡിയക്ക് ചെയ്തതാണ്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഇതൊന്ന് അരച്ചിട്ട് കാണാം. ഓക്കെ, അപ്പോഴേ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ഈ ഒരു പേസ്റ്റിലാക്കിയതിന് ശേഷം നമ്മൾ ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ പിടിക്കും. എന്നിട്ട് ഇതാണ്ട് ഉപ്പം ഇട്ടേക്കുക. അപ്പോഴേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. കണ്ടോ, നല്ല അടിപൊളി പേസ്റ്റ്. കണ്ടോ, ഈ ഒരു സെറ്റപ്പിൽ അരച്ചെടുത്തിട്ട് നമുക്ക് അതങ്ങോട്ട് പിടിപ്പിച്ചെടുക്കാം. അതിനെ തേച്ച് മാരിനേറ്റ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും തട്ടാൻ പോവാണ്. നല്ല മസാല മറവ് വരുന്നുണ്ടോ? അപ്പൊ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് റെഡി ആക്കി വെക്കട്ടെ. ഇത് നല്ലൊരു കളർ ഇടണം. ഈ ഒരു കളർ കിട്ടുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, മനസ്സിലായോ? ഓക്കെ, അപ്പൊ കണ്ടോ, കാണുന്നുണ്ടല്ലോ, നല്ല ലൈറ്റ് ഒക്കെ അല്ലേ, സെറ്റപ്പ് അല്ലേ? അതുകൊണ്ട് ഈ ഒരു കളർ ആയിട്ടുണ്ട്, നല്ല ഗ്രീനിഷ് കളർ ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ സംഭവം ഇതിന് കൈ കൊണ്ട് നല്ല തിളക്കിന് ആ സ്പോട്ടിൽ തന്നെ കൈ കഴിക്കണം, അല്ലെങ്കിൽ അത് പ്രശ്നമാണ്. കൈ പിന്നെ എവിടെയൊക്കെ പിടിക്കുന്ന അവിടെ എല്ലാം പുകഞ്ഞു ചാടും, അത് ഉറപ്പാണ്. ഇപ്പൊ തന്നെ കൈ ഒരുമാതിരി ആവുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു സെറ്റപ്പിലാക്കിയിട്ട് നമ്മൾ ഇതേ രീതിയിൽ തന്നെ നേരെ ഫ്രീസറിലല്ല അടിയിൽ ഫ്രിഡ്ജിൽ ഒരു 20 മിനിറ്റെങ്കിലും കുറഞ്ഞത് വെക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് എങ്ങനെയും വെക്കണം. മാക്സിമം 1.5 മണിക്കൂറെങ്കിലും വെക്കുവാണെങ്കിൽ നല്ല കിടിലൻ ടേസ്റ്റ് ആയിട്ട് ഇതിനകത്ത് പിടിക്കുന്നതായിരിക്കും. നമുക്ക് സമയത്തിനനുസരിച്ച് നോക്കാം. നമ്മൾ വീഡിയോ കൂടുതൽ ലെങ്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും
നമുക്കൊരു ഫ്രിഡ്ജിൽ നമ്മുടെ 1 മണിക്കൂറെങ്കിലും വെക്കുക എന്ന് ഞാൻ പറയും. അപ്പൊ എന്തായാലും 1 മണിക്കൂറെങ്കിലും വെക്കുക, നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഓക്കെ അപ്പോ സംഭവം ഏകദേശം എനിക്ക് തോന്നുന്നു 45 മിനിറ്റോളം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ പപ്പ ഇവിടെ ഉണ്ട് കേട്ടോ. എന്തുകൊണ്ട് സുഖമല്ലേ? നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് കുറച്ച് ദിവസമായി നമ്മൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നത് നടന്നില്ല. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പ്രിപ്പറേഷൻ തുടങ്ങാം. എന്ത് പറയുന്നു? ഓക്കെ അപ്പൊ സംഭവം എന്തായാലും നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇൻഡക്ഷൻ കുക്കറിനകത്താണ് വെക്കുന്നത്. ഇതൊന്ന് ഹീറ്റായി വരട്ടെ. അത്യാവശ്യം ഈ ഒരു സംഭവം എങ്ങനെ വന്നത് പപ്പയ്ക്ക് മനസ്സിലായിട്ടുണ്ടോ? അതായത് ഈ ഒരു റെസിപ്പി എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഷെഫ് മറ്റേ ഷെഫ് ഷാജു, പുള്ളിക്കാരൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോടൊക്കെ അടിക്കുന്ന കൂട്ടത്തിലാണ്. പുള്ളിക്കാരൻ്റെ കൂട്ടുകാരനായിട്ട് വയനാട്ടിൽ പോയി. അപ്പോൾ അവിടുത്തെ ഒരു വയനാടൻ ലോക്കൽ പയ്യൻ അവൻ അവിടെ രണ്ടെണ്ണം അടിക്കാൻ വേണ്ടി അവരുടെ ടച്ചിങ്സിന് വേണ്ടി ഇത് ഉണ്ടാക്കിയ ഒരു മെത്തേഡാണ്. അതായത് കുറച്ച് എന്താ പറയാ പച്ച കുരുമുളകും എല്ലാം കൂടെ അവിടെ ഒരുപാട് കിട്ടും. പച്ച കുരുമുളകും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം പച്ചയാണ്. ഒന്നും എന്താ പറയാ ഉണങ്ങിയതോ അല്ലെങ്കിൽ പൊടിപ്പിച്ചതോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഓയിൽ എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മൾ കഴിഞ്ഞ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ എന്തായാലും ഒരുപാട് ഓയിലും കാര്യങ്ങളും യൂസ് ചെയ്യാതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയുള്ള കുക്കിംഗ് വീഡിയോസ് കൂടുതലും ജിമ്മിൽ പോകുന്ന ആളുകൾക്കും നല്ല രീതിയിൽ ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്കും ഒക്കെ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഫുഡിനെ ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ കുറച്ച് ഹെൽത്തി കണ്ടന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് റെഡിയാക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് എന്താ പറയാ ലിക്വിഡ് യൂസ് ചെയ്തപ്പോ എന്താ പറയാ ഇത് ടച്ചിങ്സിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന സംഭവം. ഇത് അത്യാവശ്യം സ്പൈസി ഒക്കെ വരുന്ന നല്ല വയനാടൻ തണുപ്പിന് സ്പൈസസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ വയനാടൻ തണുപ്പിന് വേണ്ടുന്ന രീതിയിലുള്ള ഭക്ഷണ രീതിയാണ് ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടെ ഒരു പയ്യൻ വന്നു, ആ പയ്യന്റെ ഓൺ റെസിപ്പിയാണ്. കൂട്ടുന്നുണ്ട് സൈഡിലൊക്കെ വെള്ളം ഉണ്ടായിട്ട് കൂട്ടുന്നു. അപ്പൊ സത്യത്തില് ഇത് എന്താ പറയാ മെയിനായിട്ട് റമ്മ് യൂസ് ചെയ്യുന്നവർക്ക് ഒരുവിധം ബെറ്റർ ആയിരിക്കും. അതൊന്നുമില്ല, ഡയറക്റ്റ് നമ്മൾ തട്ടുന്നു, ഇത് അടച്ചു വെച്ച് നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുന്നു. ഇനി എന്തായാലും ഇതിനകത്തോട്ട് ഇടുമ്പോൾ എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി കാണും. എന്തെങ്കിലും പൊട്ടിച്ചു പോകും, നല്ലൊരു പൊട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇട്ട് നോക്കാം. ഓക്കെ അയ്യോ അപ്പൊ എന്തായാലും നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ വെളിച്ചെണ്ണയ്ക്കകത്തോട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച സാധനം എങ്ങനെയുണ്ട്? മണം എങ്ങനെയുണ്ട്? നല്ല മണം കിട്ടുന്നില്ലേ? ഈ ഒരു റെസിപ്പി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആർക്കും കിട്ടത്തില്ല. ഇത് നമ്മുടെ ഓൺ റെസിപ്പി എന്ന് തന്നെ പറയാം. നമുക്ക് എന്തായാലും ഈ റെസിപ്പി എന്ന ഷെഫിനോട് നമ്മൾ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. മിക്സ് ചെയ്ത് തുടങ്ങാം എന്തായാലും. അപ്പൊ എന്തായാലും നമ്മൾ ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്ന ഒരു സെറ്റപ്പിലോട്ടാണ് നിങ്ങൾക്ക് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയുള്ള കിടിലൻ വെറൈറ്റി കണ്ടന്റ്, അതായത് യൂട്യൂബിൽ ഇല്ലാത്ത സംഭവങ്ങൾ എന്തൊക്കെയുണ്ടോ അത് നമ്മൾ കൊണ്ടുവരാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ വലിയതായിട്ട് കൂട്ടിയിട്ടിട്ടില്ല, ചെറിയ രീതിയിൽ ഇട്ടിട്ട് എന്താ പറയാ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാൻ പോവാണ്. ഇതിന്റെ അകത്തിരുന്ന ആവിയിൽ ഇതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങണം. ഈ വെള്ളം ഇറങ്ങണം. നമ്മളിപ്പോൾ ആടിയിരിക്കുന്ന സംഭവം ഇതിരിക്കുന്ന വെള്ളം എല്ലാം ഇറങ്ങി റെഡി ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. അപ്പൊ എന്തായാലും ഒരു 5 മിനിറ്റ് ഒരു 5-6-7 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതെന്തായാലും ശരിയാവുമായിരിക്കും. ഇതിന് വെള്ളമൊക്കെ ഇറങ്ങുന്ന വെയിറ്റ് ചെയ്യാം. കുറച്ചിടുക, തീ ഒരുപാട് കൂട്ടണ്ട, കുറച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ അപ്പോഴേ നമുക്ക് എന്തായാലും ഒന്ന് 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്നിട്ട് ഒന്ന് തിരിച്ചിടാം, എല്ലാം ഒന്ന് മറച്ചും തിരിച്ചു വെക്കിടാം. അയ്യോ സെറ്റ്. നല്ല മണം. എന്താ മോനെ എന്റെ അടുത്തോട്ട് വന്നടാ. എന്റെ അകത്തുണ്ടോ? നല്ല ഓയിലൊക്കെ ഇറങ്ങി തുടങ്ങി കേട്ടോ. നല്ല താറാവിന്റെ നല്ല ഓയിലൊക്കെ ഇറങ്ങി തുടങ്ങി. ആയിപ്പോളി മോനെ. ഇതൊന്ന് തിരിച്ചിട്ട് നോക്കാം. തിരിച്ചിട്ടിട്ട് ഇതിനകത്ത് ചിലവര് തേങ്ങാപ്പാൽ ഒഴിക്കും. എന്നിട്ട് ഈ താറാവിന്റെ, എന്റെ ഒരു അഭിപ്രായമാണ്, ഈ താറാവിന്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ വേണ്ടാത്ത മസാല ഇട്ട് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മപ്പാസ് സെറ്റപ്പൊക്കെയാണ്. അപ്പത്തിന്റെ കൂടെ രാവിലെ
നല്ല അപ്പത്തിന്റെ കൂടെ ഒക്കെ പിടയ്ക്കാൻ പറ്റുന്ന സെറ്റപ്പാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിലെ സഞ്ചാരിയാണ്. ഞാൻ അതേ പറയത്തുള്ളൂ. ഈ സാധനം രാത്രിയിലെ സഞ്ചാരിയാണ്. എനിക്ക് ഇപ്പൊ തന്നെ വായിൽ വെള്ളം വരുന്നത് കേട്ടോ. സെറ്റ് താരം എങ്ങനെയുണ്ട്? മണമൊക്കെ വന്നിട്ട് എങ്ങനെയുണ്ട്? നല്ല ഇത് സക്സസ് ആവുന്ന പ്രതീക്ഷയുണ്ടോ? വൈറലാവും. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാം ആൾക്കാരോടൊക്കെ. സബ്സ്ക്രൈബ് ചെയ്യും, അവർ ചെയ്തോളൂല്ലേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ചെയ്തോളും. നമ്മളാ ഒരു പ്രതീക്ഷയാണ്. ഇത് ഉറപ്പാ. അപ്പോ നമുക്ക് എന്തായാലും ഏകദേശം എനിക്ക് ഒരു 10 മിനിറ്റ് കൂടുതലായി തോന്നുന്നു അല്ലേ? അപ്പൊ ഇതൊന്ന് തുറന്നേ, എങ്ങനെയുണ്ടോ നോക്കും. സംഭവം പിടിച്ചു നോക്കും. അതിനകത്ത് അങ്ങനുണ്ട്. സൂപ്പറാ, നല്ല മണം വരുന്നുണ്ട്. മണമുണ്ട്. അടുത്തോട്ട് ആ വെള്ളമൊക്കെ ഇറങ്ങി അല്ലേ? വെള്ളം ഇറങ്ങി. വെള്ളം ഇറങ്ങി. ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു അതിൽ നിന്ന് കേട്ടോ. ഇനി അത് വേവണം. ഇനി ഇച്ചിരൂടെ വേണം അല്ലേ? എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 45 മിനിറ്റോളം കിടക്കേണ്ടി വരും ഇല്ലേ മൊത്തം അവിടെ? ഇനി 45 മിനിറ്റ് മൊത്തം. അതിനുശേഷം നമുക്ക് ഇത് വറ്റിച്ചെടുക്കാം. ഫ്രൈ പോലെ വറ്റിച്ചിട്ട് ഒരു ചെറിയൊരു പെരട്ട് സെറ്റപ്പിലാക്കി എടുക്കണം ഇത്. അതാണ് ഇതിന്റെ ഒരു ടാസ്ക്. നമുക്ക് എന്തായാലും നോക്കാം. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഒരുവിധം എല്ലാവർക്കും, അതായത് ഡയറ്റ് നോക്കുന്നവർക്കും ജിമ്മിൽ പോകുന്നവർക്കും ഒരുവിധം ഓവർ ഓയിലും കാര്യങ്ങളും ഞാൻ ഒഴിച്ചിട്ടില്ല. ഞാൻ ഒഴിച്ച ഓയിലിന്റെ അളവ് നിങ്ങൾ കണ്ടതാണ്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, അതായത് നമ്മുടെ കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അത് ഒഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ഇച്ചിരി ഉപ്പൂടെ വേണ്ടി വരും. ഇച്ചിരി ഉപ്പൂടെ വേണ്ടി തരും. ഇച്ചിരി ഇടാൻ വേണമെങ്കിൽ ഇച്ചിരി ഇട്ടേക്കാം. എരിവൊക്കെ ഓക്കെ അല്ലേ? ഇത്ര എരിവ് പോരെ? നമ്മൾ ഇത്രയും നല്ല ആവശ്യത്തിന് ഓക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ സെറ്റപ്പാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം ഇത്രയും ടേസ്റ്റ് ചെയ്തത് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും ഒരു 45 മിനിറ്റ് എങ്കിലും വേണ്ടി വരും ഇതൊന്നും നല്ല വൃത്തി മീറ്റ് ഒന്ന് സെറ്റ് ആക്കി എടുക്കാം അല്ലേ? അതെ. അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ എന്തായാലും അടച്ചു വെച്ചിരപ്പേ. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 45-50 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂറെങ്കിലും ഇത് താറാവ് വേവാനെങ്കിലും വേണ്ടി വരും. നമ്മുടെ ചിക്കൻ്റെ കൂട്ടല്ല, ഇച്ചിരൂടെ ഹാർഡ് മീറ്റുള്ള സംഭവമാണ്. അപ്പൊ തുറന്നു നോക്കി കഴിയാം. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കിയൊക്കെ വെച്ചായിരുന്നു. വേണ്ട, ഇതാണ് അവസ്ഥ. ഏതാ സെറ്റപ്പ്. എന്റെ ഗ്ലാസ്സിലോട്ട് പുകയടിക്കുമ്പോൾ എനിക്ക് കണ്ണ് കാണുന്നില്ല, പിന്നെ പുറത്തുള്ള ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്കിത് കണ്ടുപോക്കാം എങ്ങനെയുണ്ട്. നിങ്ങൾ തന്നെ വിലയിരുത്തും. ഓ അടിപൊളിയല്ലേ? നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പൊ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് സംഭവം. വെന്തു, നല്ല ഉപ്പൊക്കെ ആയിട്ടുണ്ട്. ഫുള്ള് നമുക്കൊരു പെരട്ട് സെറ്റപ്പ്, അതായത് ഒരു ഗ്രേവി. നല്ല രസമുണ്ട് കാണാൻ. നമുക്കിനി എന്തായാലും ഇത് കഴിച്ചു നോക്കാം. സംഭവം ഇത് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പൊറോട്ടയുടെ കൂടെ പിടിക്കാനായിരിക്കും അടിപൊളി. അയ്യോ സെറ്റ് സാധനം കേട്ടാ. ഓ എന്റെ മോനെ, നൈസ്. അടിപൊളി. ക്യാമറ കയറുന്നില്ലല്ലോ, പുകയൊന്നും. എന്റെ കണ്ണാടി മൊത്തം പുകയായി, എനിക്കിത് കാണാൻ പറ്റുന്നില്ല. അപ്പൊ എന്തായാലും നമുക്കിത് നല്ല രീതിയിലൊന്ന് പ്രസന്റ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും സംഭവം ഞങ്ങൾ ഇട്ടോ ടേസ്റ്റ് ചെയ്യാൻ പോവാം. എടുത്തു നോക്കാം എങ്ങനെയുണ്ടോ. പപ്പ കഴിക്കാതെ എന്നിട്ടാ ഞാൻ കഴിക്കുന്നുള്ളൂ. അപ്പൊ എന്തോ ഇല്ലെന്നൊക്കെ അറിയണം. ഇത് പൊതുവെ ഒരു ഹാർഡായിട്ടായിരിക്കും എന്തല്ലേ? സൂപ്പർ. മസാലയൊന്നും ഇല്ലെങ്കിലും സാധനം എങ്ങനെയുണ്ട്? നല്ല ട്രൈ ആയിരുന്നു. അടിപൊളി അല്ലേ? ഞാൻ പൊറോട്ടയുടെ കൂടെ കഴിച്ചു നോക്കി. ഓക്കെ, ഇനി ഇച്ചിരി പൊറോട്ട അങ്ങോട്ട് പിടിച്ചു നോക്കാം. ഇച്ചിരി മുറിച്ചെടുത്തേ. അവിടെ ഞാൻ ഇച്ചിരി ഗ്രേവി ഒക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ടച്ചപ്പ് സാധനമാണ്. ഇതിനകത്തുനിന്നേ സൂപ്പറാണ്. ഇത് സെപ്പറേറ്റ് കഴിക്കണേ. ഇത് സെപ്പറേറ്റ് കഴിക്കുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതിന്റെ സെപ്പറേറ്റ് കഴിക്കും. ഓ കിടിലം. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? അപ്പൊ എന്തായാലേ ഞാനത് കഴിച്ചു നോക്കട്ടെ സംഭവം എങ്ങനെ ഉണ്ടത്. എല്ലാരും ഇത് ഉറപ്പായിട്ടും കഴിച്ചിരിക്കണം അല്ലേ? വെച്ച് കഴിക്കണം. കൈസ് ആദ്യമേ സംഭവം ഇതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ അങ്ങോട്ട് വരട്ടണം. ടൈറ്റ് ഉണ്ടല്ലോ അല്ലേ? ഉണ്ടോ? ഈ ഗ്രേവി ഒരു ഓയിൽ കണ്ടന്റ് ഉള്ള ഒരു ഗ്രേവി ഇത്. സൂപ്പർ. പക്ഷെ അത് പൊതുവെ മാംസം എന്ന് പറയാനില്ല. മൊത്തത്തിൽ ഒരു
എല്ലിന്റെ കഷ്ണങ്ങളും അതിന്റെ കൂടെ അറ്റാച്ച് ആയിരിക്കുന്ന സംഭവം ഇത് വെന്ത് കഴിയുമ്പോൾ ചുരുങ്ങും. സൂപ്പർ ആയിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും കഴിക്കണം, ഉറപ്പായിട്ട് കഴിക്കണം. ഇത് വേറെ കിടിലൻ സാധനം കേട്ടോ. ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്ര നമ്മളെ ഒരു ഔട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല, ഇത്രയും പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ എല്ലാവരും എപ്പോഴും നല്ല മസാലയിലുള്ള ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ കുറച്ച് പച്ചപ്പായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലേ? ഈ ഒരു സംഭവം ഉറപ്പായിട്ടും കഴിച്ചു നോക്കണം. നമ്മുടെ അമ്മച്ചിക്ക് ഇനി ഒന്ന് കൊടുത്തു നോക്കാം. അമ്മച്ചി സത്യം പറഞ്ഞാൽ ഇന്ന് വെയ്യായിരുന്നു. വാ ഇവിടെ ഉണ്ടായിരുന്ന ആള് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുന്ന് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ആണ്ടേ ഇവിടുന്നൊരു ഇതാണ് ഇപ്പം ഇത് കണ്ടോ ഈ ഒരു പോർഷൻ എടുക്കുക. ഇച്ചിരി എടുക്കുന്നുള്ളൂ. ഇച്ചിരി മാംസമൊക്കെ ഉള്ള ഒരു പോർഷൻ എടുക്കും. കഴിക്കാൻ പറ്റത്തില്ലായിരിക്കും പറ്റി. ആണ്ടോ നല്ല സ്മൂത്ത് സാധനമാണ്. ഇത് കഴിച്ചു നോക്കി. കൈ കാണിക്കുക, വാ കാണിക്കുക. കഴിച്ചു. പല്ലൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. സൂപ്പറാ. ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. മസാല ഒന്നും ഇട്ടിട്ടില്ല നമ്മള്. സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനത്തെ കറി കൂട്ടിയിട്ടില്ല. ഇത് സംഭവേ എണ്ണയൊന്നും അധികം ഇല്ല, എല്ലാവർക്കും കഴിക്കാം. കൊളസ്ട്രോൾ ഒന്നും വരുത്തുന്നില്ല അധികം. ഇതിനകത്ത് നിന്ന് ഇറങ്ങുന്ന കൊളസ്ട്രോൾ മാത്രമേ ഉള്ളൂ. അപ്പോ അമ്മച്ചിയുടെ അഭിപ്രായം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നല്ല നല്ല കണ്ടന്റുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതിലേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. ബൈ.